ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. ഗാസയിൽ വെടിനിർത്തലിന് ഇസ്രായേൽ ഹമാസ് ധാരണ. ബന്ദികളെയും തടവുകാരെയും കൈമാറാനും സൈനിക പിന്മാറ്റത്തിനും ധാരണയായി. US പിന്തുണയോടെ ഖത്തറും ഈജിപ്തും നടത്തിയ മധ്യസ്ഥ ചർച്ചയിലാണ് തീരുമാനം. ഇതോടെ 15 മാസം നീണ്ട യുദ്ധത്തിന് അവസാനമാകും. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, 15 മാസം നീണ്ടു നിന്ന യുദ്ധം, അശാന്തിയുടെ ദിനങ്ങൾ, അതിനൊക്കെ ഒരു അറുതി വരികയാണോ? ഈ ധാരണയിൽ പറയുന്ന പ്രധാനപ്പെട്ട നിബന്ധനകൾ എങ്ങനെയാണ്? ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇസ്രായേലും ഹമാസും കരാർ അംഗീകരിച്ചതായിട്ടുള്ള വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടെ 15 മാസം നീണ്ട യുദ്ധം അവസാനിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 6 ആഴ്ചത്തെ വെടിനിർത്തലിനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നതെന്നാണ് അറിയുന്നത്. അതേസമയം നടപടിയിൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബന്ധുക്കളുടെയും ഒപ്പം തന്നെ പലസ്തീൻ തടവുകാരുടെയും മോചനത്തിനും ഇതോടെ ധാരണയായിട്ടുണ്ടെന്ന് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 94 ഇസ്രായേലി തടവുകാരാണ് ഹമാസിന്റെ പക്കലുള്ളത്. കൂടാതെ 1000 പലസ്തീനി തടവുകാരെ ആയിരിക്കും ഇസ്രായേലും കൈമാറുക. ഖത്തറും അമേരിക്കയും ഈജിപ്തുമാണ് ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ഒരാഴ്ചയായി ദോഹയിൽ തിരക്കിട്ട ചർച്ചകൾ നടന്നു വരികയായിരുന്നു. മൊസാദ് തലവൻ, US പ്രതിനിധികൾ, ഹമാസ് നേതാക്കൾ തുടങ്ങിയവർ ചർച്ചയുടെ ഭാഗമായിരുന്നു. കരാർ ഇസ്രായേൽ നാളെ വോട്ടിനിടുമെന്നുള്ള ഒരു വിവരങ്ങൾ കൂടി ഈ ഒരു സംഭവത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷം വെടിനിർത്തലിനെതിരെയും രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഉടൻ മാധ്യമങ്ങളെ കാണും. അതിലായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരിക. ഇതിൽ വെടിനിർത്തൽ സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. വിവരങ്ങൾ നൽകുന്നത്. മിഥുനിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, നേരത്തെയും പലതരത്തിൽ ഇത്തരത്തിൽ വെടിനിർത്തൽ കരാറിലേക്കൊക്കെ എത്തിയിരുന്നു എങ്കിൽ പോലും അതൊക്കെ പാതി വഴിയിൽ അല്ലെങ്കിൽ ആ ഒരു ധാരണയിലേക്ക് എത്തി നിമിഷങ്ങൾക്കകം തന്നെ ലംഘിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ വെടിനിർത്തൽ കരാറിലേക്ക് എത്തുന്നു. ഈ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കത്തക്ക വിധത്തിലേക്ക് ഉള്ള ധാരണയാണോ ഇരുകൂട്ടരും എടുത്തിട്ടുള്ളത്? നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? ഇപ്പോൾ നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള വെടിനിർത്തൽ കരാർ അന്തിമമായ വെടിനിർത്തൽ എന്ന രീതിയിലാണ് പൊതുവെ വിവക്ഷിക്കപ്പെടുന്നത്. കാരണം എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് രണ്ട് വിഭാഗത്തെയും പൂർണ്ണമായി കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടുള്ള സമഗ്രമായ ഒരു പാക്കേജാണ് ഇപ്പോൾ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഈജിപ്തും കൂടി ഇൻവോൾവ് ആകുന്ന ഒരു കരാർ. ആഴ്ചകളോളം നീണ്ടുനിന്ന് നയതന്ത്ര മഹാമഹത്തിനൊടുവിൽ ഇപ്പോൾ ഇതാ ഖത്തറിൽ വെച്ച് തന്നെ ഹമാസിന്റെ പ്രതിനിധികൾ ഈ കരട് രേഖ അംഗീകരിച്ചതായി ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ ഇനിയിപ്പോ വേണ്ടത് ഇസ്രായേലിന്റെ അംഗീകാരമാണ്. അനൗപചാരികമായി ഇസ്രായേലിന്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു. കാരണം ഹമാസ് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ ഉൾപ്പെടെ അവിടെയുണ്ട്. ഡേവിഡ് ബാർണി എന്ന മൊസാദിന്റെ തലവൻ ഉൾപ്പെടെ ഇൻവോൾവ് ആയ ഒരു നെഗോസിയേഷൻ പ്രോസസ്സാണ്. പക്ഷെ ഗവൺമെന്റിന്റെ രണ്ട് കക്ഷികൾ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന ഒരു കൊയലീഷൻ സംവിധാനമാണ് ഇസ്രായേലിൽ. അവിടെ തീവ്ര വലതുപക്ഷ വികാരമുള്ള രണ്ട് കക്ഷികൾ ഈ കരാറിനോട് ഇപ്പോഴും മുഖം തിരിച്ചു നിൽക്കുകയാണ്. അവരുടെ കൂടെ പിന്തുണ ലഭിക്കേണ്ടതും പ്രതിപക്ഷത്തെ ഉൾപ്പെടെ കോൺഫിഡൻസിൽ എടുക്കേണ്ടതുമായ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിന്റെ പാർലമെന്റായ നെസറ്റിൽ നാളെ ഇതേക്കുറിച്ച് ചർച്ചയും പ്രമേയവും ഉണ്ടാവും. അതിനുശേഷം മാത്രമേ അന്തിമമായ ഇസ്രായേലിന്റെ അംഗീകാരം ലഭിക്കൂ എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇതുവരെ ഉണ്ടായ ധാരണകളെ കുറിച്ച് ഇപ്പോൾ ഖത്തറിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹം നിയോഗിക്കുന്ന സ്പോക്സ് പേഴ്സൺ ഒരു പ്രസ്താവന ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നടക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോഴാണ് ലോകത്തിന് മുന്നിൽ വ്യക്തമായ ഒരു പദ്ധതി ഉരുത്തിരിയുന്നത്. ഇപ്പോൾ നമുക്ക് അനൗപചാരികമായി അറിയാൻ കഴിയുന്ന വിവരങ്ങൾ അനുസരിച്ച് 3 ഘട്ടങ്ങളിലുള്ള ഒരു പാക്കേജാണ് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 6 ആഴ്ചകൾ, അതായത് 42 ദിവസങ്ങൾ. ഈ 42 ദിവസത്തിനുള്ളിൽ 33 ബന്ദികളെ കൈമാറ്റം ചെയ്യുകയാണ്. ഇസ്രായേലി ബന്ദികളെ ഹമാസ് തിരിച്ചു കൊടുക്കുകയാണ്. ആ ബന്ദികൾ എല്ലാവരും തന്നെ 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. അതിൽ തന്നെ 1-ാം ദിവസം 3 ഇസ്രായേലി വനിതകളെയാണ് വിട്ടയക്കുക. അത് കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പോൾ മറ്റ് 4 പേരെ കൂടെ വിട്ടയക്കുന്നു. അങ്ങനെ ഘട്ടമായി 33 പേരെ ഈ ഒരു ആദ്യ ഘട്ടത്തിൽ വിട്ടയക്കുന്നു. അതിന് ബദലായി മറുവശത്തു നിന്നും ഇസ്രായേലിന്റെ തടവിലുള്ള ഏതാനും 100 കണക്കിന് പാലസ്തീനിയൻ ആളുകളെ ഈ ഘട്ടത്തിൽ വിട്ടുകൊടുക്കും. ആകെ 1000 പേരെ വിടാമെന്നാണ് ഇസ്രായേൽ അനൗപചാരികമായി സമ്മതിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഇരുപക്ഷത്തെ ബന്ധു കൈമാറ്റമാണ് ആദ്യത്തെ കടമ്പ. അത് കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ സമാന്തരമായി നടക്കേണ്ടതാണ് ഇസ്രായേലി സേനയുടെ പിന്മാറ്റം. അതും ഘട്ടമായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു ദിവസം 600 ട്രക്കുകൾ ഗാസയുടെ മണ്ണിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതിയാണ് രണ്ടാമത്തെ കാര്യം. ആ 600 ട്രക്കുകളിൽ ജീവകാരുണ്യപരമായ കാര്യങ്ങളാണ്, വസ്ത്രവും മരുന്നും ഭക്ഷണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ ഓരോ ദിവസം 600 ട്രക്കുകളാണ്. അതുകൊണ്ട് ഗാസയുടെ
ഇപ്പം വറുതിയിലായിരിക്കുന്ന ഗാസയുടെ പുനരുത്ഥാനത്തിനുള്ള ആദ്യത്തെ ഒരു സഹായമാണിത്. അതിനുശേഷം ഗാസയുടെ വിശാലമായ പുനരുത്ഥാന പദ്ധതി, അത് വർഷങ്ങളെടുക്കുന്ന 5 വർഷത്തെ ഒരു പദ്ധതിയാണ് രേഖകളിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ 3 വർഷം മുതൽ 5 വർഷം വരെ ഉള്ള ഗാസയുടെ സമഗ്ര പാക്കേജ്, അതിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു പ്ലാൻ ഉണ്ട്. ലോക രാജ്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും എല്ലാം തന്നെ രംഗത്ത് വരുന്ന ഒരു സമഗ്ര ഗാസ പാക്കേജാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ കീറാമുട്ടിയായി വിരിക്കുന്ന വിഷയം, ഗാസയിൽ ഇനി വരാൻ പോകുന്ന വെടിനിർത്തലിന് ശേഷം, സമാധാനം വന്നതിന് ശേഷം ഗാസയ്ക്ക് ഒരു ഭരണകൂടം ഉണ്ടാവണം. ആ ഭരണകൂടത്തിന് രൂപം എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് കാര്യമായ തർക്കങ്ങളുണ്ട്. അത് മാത്രമല്ല, ഗാസയുടെ സുരക്ഷാ സംവിധാനം എങ്ങനെയായിരിക്കണം, ഇസ്രായേൽ സൈന്യത്തിന്റെ ഏതെങ്കിലും ഇൻവോൾവ്മെന്റ് അവിടെ ഉണ്ടാകുമോ, സുരക്ഷാ കോറിഡോറുകൾ, ഇസ്രായേൽ നിർമ്മിച്ച സുരക്ഷാ കോറിഡോറുകളുടെ ഭാവി എന്താണ്, പ്രത്യേകിച്ചും തെക്കുള്ള റാഫ അതിർത്തിയിൽ ഉള്ള ഒരു ബഫർ സോൺ, ആ ബഫർ സോണിന്റെ നിയന്ത്രണം ആർക്കായിരിക്കും, ഈ വക കാര്യങ്ങളിൽ കൂടുതൽ തീർച്ചമൂർച്ച വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും പൂർണ്ണമായ ഒരു കരാറാണെന്ന് പറയുമ്പോഴും, ശാശ്വത സമാധാനം വളരെ അടുത്താണെന്ന് കരുതുമ്പോഴും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു പത്രസമ്മേളനത്തിലൂടെ, അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഒരു പത്രസമ്മേളനത്തിലൂടെ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയൂ. ശ്രീ മോഹൻ വർഗീസ്, ഈ നിർണായകമായ വെടിനിർത്തൽ കരാറിൽ അതിലേക്ക് എത്തിയത് ബൈഡൻ നെതന്യാഹു ചർച്ചയാണ് എന്ന് തന്നെ നമുക്ക് പറയാം, അല്ലെ? ഖത്തറും അതേസമയം തന്നെ കയ്യടി അർഹിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. ബൈഡൻ, നെതന്യാഹു ആൻഡ് ഡൊണാൾഡ് ട്രംപ്, ഈ 3 പേരെയും ഒരുപോലെ തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ഡൊണാൾഡ് ട്രംപ് ഇൻകമിംഗ് പ്രസിഡന്റ് ആണ്, ബൈഡൻ ഔട്ട് ഗോയിങ് പ്രസിഡന്റ് ആണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ഭാഗതയം വീണ്ടും നിർണ്ണയിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇത് ജോ ബൈഡൻ ഒരു ഫേസ് സേവിംഗ് ഫോർമുലയാണ്. തന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്താനുള്ള, പൊതുവെ ദുർബലൻ എന്നറിയപ്പെടുന്ന ബൈഡന്റെ ഒരു അധികാര തുടരുന്ന സമയത്ത് തന്നെ ഈ ഡീല് വരുന്നു എന്നത് ബൈഡൻ ആശ്വസിക്കാം. അതേപോലെ തന്നെ ഇത് ട്രംപിന്റെ ഇനിഷ്യേറ്റീവിലാണ്. അതിനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്ന ട്രംപിന്റെ പ്രത്യേക ഏജന്റിനെ ആണ് ഖത്തറിലെ ദോഹയിലേക്ക് അയച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ സാന്നിധ്യത്തിൽ ട്രംപിന് കൂടി പേഴ്സണൽ ടച്ചുള്ള ഒരു ഡീലാണ് വരുന്നത്. അത് മാത്രമല്ല, ഇത്രയും വേഗത്തിലാകാനുള്ള കാരണം, ഇത്രയും വൈകി 466 ദിവസത്തിന് ശേഷം ഇപ്പോൾ ഇത് ആ ഡീല് വരുന്നു. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ട്രംപിന്റെ സ്ഥാനാരോഹണമാണ്. ജനുവരി 20 ട്രംപ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുൻപ് തന്നെ ധാരണ ഉണ്ടായിരിക്കണം, ബന്ദികളുടെ കൈമാറ്റം തുടങ്ങിയിരിക്കണം എന്ന അന്ത്യശാസനം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാതിരിക്കാൻ ഇസ്രായേലിനും കഴിയില്ല, ഹമാസിനും കഴിയില്ല എന്ന അവസ്ഥ വന്നു. അതായിരിക്കാം ഒരുപക്ഷെ അവസാന ഘട്ടത്തിൽ ഇത് സ്പീഡപ്പ് ചെയ്യാനുള്ള ഈ കാരണം, ഒരുപക്ഷെ അതായിരിക്കും. അതുകൊണ്ട് അമേരിക്കയുടെ റോളിനെ നമ്മൾ തുച്ഛീകരിച്ച് കാണാനാവില്ല. അത് മാത്രമല്ല, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്ക് വ്യക്തിപരമായ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോടും ട്രംപിനോടുമുള്ള അടുപ്പവും ഇതിന്റെ പിന്നിലെ കാരണമായി നമുക്ക് കാണേണ്ടതുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, നമുക്ക് നേരത്തെ അറിയാം ഇത്തരത്തിൽ കരാറുകളിലേക്കൊക്കെ എത്തിയിരുന്നെങ്കിൽ പോലും ആ വെടിനിർത്തൽ കരാറൊക്കെ നിമിഷങ്ങൾക്കകം ലംഘിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ കൃത്യമായ ഒരുപാട് നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വെടിനിർത്തൽ കരാറ് നടപ്പാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ നടപ്പാക്കാൻ പോകുന്നത്. ഇതിൽ എവിടെങ്കിലും ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു കോട്ടം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ ഹമാസിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായാൽ ഇപ്പോൾ നമ്മൾ കണ്ടതിലും രൂക്ഷമായ സാഹചര്യത്തിലേക്ക്, യുദ്ധ കാഴ്ചകളിലേക്ക് ഒരുപക്ഷെ നമ്മൾ കടക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ കരാറിന് വീഴ്ച ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് ഇസ്രായേലും ഹമാസും മാത്രം തമ്മിലുള്ള കരാറല്ല. ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് അറബ് ലോകത്തിന്റെ പ്രതിനിധികളായി ഖത്തറും ഈജിപ്തും നിർണായക റോൾ വഹിച്ച ഒരു പ്രക്രിയയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പ്രത്യേക താല്പര്യം അതിനകത്തുണ്ട്. അതുകൊണ്ട് 2 കൂട്ടരോടും വ്യക്തമായി ഈ രാജ്യങ്ങൾ സംസാരിച്ച് നിരന്തരം ചർച്ച നടത്തിയതിന്റെ ഫലമായി ഉരുത്തിരിഞ്ഞു വന്ന പോയിന്റുകൾ ഒരു ഡ്രാഫ്റ്റ് രേഖയുടെ, ഒരു കൃത്യമായ ഒരു എഴുതി തയ്യാറാക്കിയ വിശദമായ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഈ എഗ്രിമെന്റ് ഉണ്ടാകാൻ പോകുന്നത്. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ധാരണ മാത്രമായിരുന്നു വെടിനിർത്തൽ. ഇസ്രായേൽ ഏകപക്ഷീയമായി ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു. അത് ഏത് നിമിഷവും പിൻവലിക്കും എന്ന ഒരു ചിന്ത അന്ന് തന്നെ ഉണ്ടായിരുന്നു. അത് പിൻവലിക്കുകയും ചെയ്തു. അപ്പൊ ഇസ്രായേലിന്റെ ഒബ്ജക്റ്റീവ്സ് അന്ന് പൂർണ്ണമായും നിറവേറിയിരുന്നില്ല. ഇപ്പോൾ ഇസ്രായേലിനറിയാം ഹമാസ് വളരെയധികം ദുർബലപ്പെട്ടിരിക്കുന്നു. ഹമാസ് പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടില്ല എങ്കിൽ പോലും ഹമാസിന് ഭാവിയിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത തീർത്തും ഇല്ലാതായി. ഹമാസിന്റെ ടോപ്പ് ലീഡർഷിപ്പ് പൂർണ്ണമായി എലിമിനേറ്റഡ് ആയി. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അനുകൂല അന്തരീക്ഷത്തിൽ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ അവശേഷിക്കുന്ന 96 ബന്ദികളാണ് ജീവനോടെ ഉള്ളതെന്നാണ് കരുതുന്നത്. അത് പല റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് 60 പേര് മാത്രമേ ബന്ദികൾ ജീവനോടെ ഉള്ളൂ എന്ന് പറയുന്നു.